നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും ഈ ദുനിയാവ്, ഈ ഐഹിക ജീവിതം അത് കളിയാണ്, അത് വിനോദമാണ്, അത് അലങ്കാരമാണ്, സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമയാണ്. ഈ 5 കാര്യത്തിലാണ് സത്യത്തിൽ ദുനിയാവ് നിലനിൽക്കുന്നത്, അല്ലേ? ആസ്വദിക്കണം, ഉല്ലസിക്കണം, ആനന്ദിക്കണം, അടിച്ചു പൊളിക്കണം. ഇതാണ് ആധുനിക തലമുറക്ക് മുമ്പിൽ പൊതുവെ പാശ്ചാത്യന്മാർ പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരം. അതാണ് ഇന്ന് മുസ്ലിം യുവാക്കൾ പോലും ഒപ്പിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെയും മിനിയാന്നുമൊക്കെ ഇവിടെ സംഹാര താണ്ഡവമാടിയത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ രൂപത്തിൽ ഫുട്ബോൾ മേളയുമായി ബന്ധപ്പെട്ട്, ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സൗത്ത് ആഫ്രിക്കയിലെ അർജന്റീനയും ബ്രസീലും പരാജയപ്പെട്ടതിൽ പരസ്പരം കുമ്പുകോർത്തത്, മദ്യം ഒഴുക്കിക്കൊണ്ട്, ഫ്ലക്സ് ബോളുകൾ അടിച്ചു തകർത്തുകൊണ്ട്, പിന്നെ റോഡുകളിൽ നിന്നുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട്, കടകൾ അടപ്പിച്ചുകൊണ്ട്, വഴിയാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ആ റോഡുകളിൽ ഇറങ്ങിക്കൊണ്ട് സംഹാര താണ്ഡവമാടിയത്, പിഴച്ച സംസ്കാരം കാണിച്ചത് നാസറും മജീദും അഹമ്മദും മുജീബും ഒക്കെയാകുന്ന മാപ്പിള സമൂഹമാണ് എന്നുള്ളത് നമ്മൾ ലജ്ജയോടുകൂടിയല്ലാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ അത് ഓർക്കുന്നത്? ഒരു മുസൽമാന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഈ നൈമിഷികമായ ദുനിയാവിൽ ആസ്വദിക്കലല്ല, ഇവിടെ അടിച്ചു പൊളിക്കലല്ല, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ ഒപ്പിയെടുക്കലല്ല. കാരണം അതൊക്കെ ഉള്ളതുപോലെ മതിയെന്നും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് നാളെ പരലോകത്ത് റബ്ബിന്റെ സന്നിധിയില് എന്റെ മാതാപിതാക്കൾ ഇറങ്ങിപ്പോന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിച്ച് രൂപപ്പെടുത്താൻ കഴിയാത്ത അത്രയും വിശാലമായ സൗകര്യങ്ങളുള്ള, മുറിഞ്ഞു പോകാത്ത, അനശ്വരമായ, മാറി മാറി വരുന്ന സൗകര്യങ്ങളുള്ള ആ സ്വർഗലോകമാണ്. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല എനിക്ക് നൽകിയ അവസരം തടസ്സമായി കൂടാ. ഞാൻ ഒരിക്കലും തന്നെ പിഴച്ച രൂപത്തിൽ ഉപയോഗിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രൂപത്തിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ പ്രത്യേക ഫാൻസുകൾ ഉണ്ടാക്കി, നമസ്കാരം പോലും മറന്ന് ആ ക്ലബിൽ ഇരുന്നുകൊണ്ട് സിഗരറ്റ് വലിച്ച്, പാൻപറാക്ക് തിന്ന്, കമ്പനി കൂട് ആസ്വദിച്ച്, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി കളി കണ്ടിരിക്കേണ്ടവനല്ല. മറിച്ച് ഹയ്യാല സ്വലാ ഹയ്യാൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ വരേണ്ടവനാണ്. അങ്ങനെ വരണമെങ്കിൽ നാളേക്ക് വേണ്ടി എന്തു സമ്പാദിച്ചു എന്ന ചിന്ത ജീവിതത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളിലും, എല്ലാ കാൽവപ്പുകളിലും നമ്മുടെ ഓരോ ചിന്തയിലും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് മാറ്റമുണ്ടാവുക. ആ മാറ്റമാണ് സത്യത്തിൽ സ്വഹാബികൾക്കുണ്ടായത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? ഈ ദുനിയാവുമായി, ഈ ആഖിറവുമായി, പരലോകവുമായി, പാരത്രിക വിജയവുമായി ഈ ദുനിയാവ് തുലനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവ് എത്രത്തോളം നൈമിഷികമാണെന്നറിയുമോ? എത്രത്തോളം നിസ്സാരമാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? കുൻ ഫിദ്ദുനിയാ കഅന്നക ഖദീബൻ ഔ ആബിരി സബീൽ. ഇബ്നു ഉമർ നീ ദുനിയാവിലെ ഒരു വഴിയാത്രക്കാരനാണ്, അതുപോലെ നീ ഒരു വിദേശിയെ പോലെയാണ്. വഴിയാത്രക്കാരൻ ക്ഷീണിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭാഗത്ത് കയറിയിരിക്കുന്നത്, മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത്. ലക്ഷ്യം അവന് വേറെ ഒന്നാണ്. എന്ന പോലെ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് നമുക്ക് കയ്യും കാലും അതുപോലെ തന്നെ ഒരു ന്യൂനതയും ഇല്ലാത്ത ആരോഗ്യമുള്ള ശരീരവും അല്ലാഹു തആല നൽകിയത്. ഈ ഭൂമിയിൽ നമുക്ക് വായുവും വെള്ളവും അതുപോലെ തന്നെ നല്ല കുടുംബവും ചുറ്റുപാടുകളും സംവിധാനങ്ങളും നമുക്ക് നൽകിയത് ഇവിടെ സുഖിച്ച് ജീവിക്കാനല്ല, മറിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഇറങ്ങിപ്പോന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ്. അതുകൊണ്ട് ഈ ചിന്തയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബികളെ വളർത്തിക്കൊണ്ട് അവരോട് പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? ദീനിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കുക, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. അതാണ് നമ്മൾ നോക്കേണ്ടത്. വലിയ ഒരു കൊട്ടാരം അല്ലെങ്കിൽ വലിയ അപ്സ്റ്റെയറുള്ള വീട് നോക്കിയിട്ട്, അവിടെ നിർത്തിയിട്ട വാഹനങ്ങൾ നോക്കിയിട്ട്, അവന്റെ ഭാര്യ ധരിച്ച വസ്ത്രം നോക്കിയിട്ട്, അവൻ ധരിക്കുന്ന നല്ല ചെരുപ്പും അതുപോലെ വസ്ത്രവും നോക്കിയിട്ട്, അവർ തിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നോക്കിയിട്ട് ഒരിക്കലും തന്നെ വിലപിക്കുകയല്ല ഒരു കോട്ടേഴ്സിൽ നിൽക്കുന്നവൻ ചെയ്യേണ്ടത്, ഒരു ഓടിട്ട വീടിൽ നിൽക്കുന്നവൻ ചെയ്യേണ്ടത്, കൂലിപ്പണി കൊണ്ട് അത്യാവശ്യം തട്ടിയൊപ്പിച്ചു പോകുന്നവൻ ചിന്തിക്കേണ്ടത്. മറിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോ കൈകൾ കുട്ടരോഗം ബാധിച്ചുകൊണ്ട് അതുപോലെ തന്നെ അംഗവൈകല്യം ബാധിച്ചുകൊണ്ട് താൻ
തിന്നിട്ടുള്ള ഭക്ഷണത്തിന്റെ വേസ്റ്റ് പോലും ചവറ്റുകൊട്ടയിലേക്ക് എടുത്തെറിയാൻ കഴിയാതെ, താൻ പുറത്തേക്ക് വിട്ടിട്ടുള്ള മലം, ആ മൂത്രം അതൊന്ന് ശുദ്ധീകരിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന, ഈച്ചയാർക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ അങ്ങേയറ്റത്തെ പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ള ആ അവസ്ഥക്കാരെ കാണുമ്പോ അല്ലാഹ് നീ എനിക്ക് ചെയ്ത അനുഗ്രഹം എത്രയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടായിരുന്നു സഹോദരങ്ങളെ, സ്വഹാബികൾക്കാകട്ടെ, നമ്മുടെ നേതാവായ, ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പിന്നെ ആകട്ടെ, അതുപോലെയുള്ള പ്രവാചകന്മാരാകട്ടെ, അവർക്കൊന്നും ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു വ്യാകുലതയുണ്ടായി